ഇപ്പോൾ വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലകളിൽ ജനകീയ തെരച്ചിൽ നടക്കാൻ പോവുകയാണ്. അതിന്റെ വിശദാംശങ്ങളുമായി ഷഹദ് റഹ്മാൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. ഷഹദ്, 8 മണിക്കാണല്ലോ ഈ തെരച്ചിൽ ആരംഭിക്കാൻ പോകുന്നത്. പോലീസ്, NDRF സംഘങ്ങൾ ഉൾപ്പെടെ ഇതിന്റെ ഭാഗമാകുമല്ലോ അല്ലേ ഷഹദ്? ഉന്മേഷ്, നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച്, അല്ലെങ്കിൽ ഇന്നലെ മന്ത്രിമാർ വാർത്താ സമ്മേളനം വിളിച്ച് അറിയിച്ചതനുസരിച്ച് അങ്ങനെയാണ്. കാരണം ജനകീയ തെരച്ചിൽ എന്ന് പറയുമ്പോൾ മന്ത്രിമാരുണ്ട്, അതുപോലെ തന്നെ ഇവിടുത്തെ പ്രാദേശിക ജനപ്രതിനിധികളുണ്ട്, കൂടാതെ NDRF ഉണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, പോലീസ് ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവിടെ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ഈ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുണ്ട്, കൂടാതെ ഇവിടുത്തെ നാട്ടുകാരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സ്ഥലം കൃത്യമായിട്ട് അറിയുന്ന നാട്ടുകാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്രദേശം പരിശോധിക്കുക, അല്ലെങ്കിൽ ഈ പ്രദേശത്ത് തെരച്ചിൽ നടത്തുക എന്നുള്ളതാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, കാരണം ഈ പ്രദേശം കൃത്യമായിട്ട് നന്നായിട്ട് അറിയാവുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ നാട്ടുകാരാണ്. ഇപ്പോൾ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് കുറെ കൂടി, അതായത് ഇവിടെ നമ്മൾ ഏതൊക്കെ ആളുകൾ വന്ന് എന്തെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാലും ഈ നാട്ടുകാർ നടത്തുന്നതിന്റെ, അല്ലെങ്കിൽ അവർ ചെന്ന് കയറി ചെല്ലുന്നതിന്റെ, അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന അത്രയും മറ്റൊരാൾക്കും അറിയാൻ സാധിക്കില്ല. അപ്പോൾ അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. കൂടാതെ ഈ ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് 11 ദിവസം ആവുകയാണ്. അപ്പോൾ ഈ 11 ദിവസം ആകുമ്പോൾ ഇവിടെ ഉള്ള ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടത് കൂടിയുണ്ട്. കാരണം ഇപ്പോൾ 130ഓളം ആളുകളെയാണ് ഈ കാണാതായിട്ടുള്ളത്. അവരുടെ മിസ്സിംഗ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഔദ്യോഗികമായിട്ട്. അതിൽ കൂടുതലുണ്ട് എന്ന് ഇവിടുത്തെ ആളുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായിട്ട് 130 പേരെയാണ്, അല്ലെങ്കിൽ 131 പേരെയാണ് കാണാതായിട്ടുള്ളത്. അപ്പോൾ ഈ ക്യാമ്പിൽ കഴിയുന്ന ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ ഈ ദുരന്ത ഭൂമിയിൽ ഇത്തരത്തിൽ മനുഷ്യന്റെ ഒരു തുടിപ്പില്ല എന്നുള്ളത് ഈ കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും നാട്ടുകാരെയും ബോധ്യപ്പെടുത്തേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇവിടെയുള്ള ആളുകൾ, ഈ ക്യാമ്പിൽ കഴിയുന്ന ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു ജനകീയ തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ക്യാമ്പിൽ നിന്ന് 190 പേരാണ് ഇപ്പോൾ ഇതിനോടകം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഇന്നലെ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ ക്യാമ്പുകളിൽ കയറി ഇറങ്ങി ഇത്തരത്തിൽ ഈ തെരച്ചിലിന്റെ ഭാഗമാകാൻ താല്പര്യമുള്ള ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളത് ആരാഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ താല്പര്യമുള്ള ആളുകൾ പേര് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടി ഈ പേര് നൽകുന്ന പ്രക്രിയ അവസാനിക്കുകയും ചെയ്തു. എന്ന് വിചാരിച്ച് ഇന്ന് ഇവിടെ തെരച്ചിലിന്റെ ഭാഗമാകുവാൻ ആരെങ്കിലും തയ്യാറായി വരികയാണെങ്കിൽ വേണ്ട എന്ന് പറയുകയുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ 190 പേരായിട്ടുള്ള ഈ ക്യാമ്പിൽ കഴിയുന്ന ആളുകളെ ഉൾപ്പെടുത്തുന്നു. റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരുണ്ടാകും, അതുപോലെ തന്നെ പോലീസിൽ നിന്നുള്ള ആളുകളുണ്ടാവും, ഫയർഫോഴ്സിൽ നിന്നുള്ള ആളുകളുണ്ടാവും, NDRFിൽ നിന്നുള്ള ആളുകളുണ്ടാവും, ഈ പ്രദേശത്തുകാരുണ്ടാവും. അപ്പോൾ ഇത്രയും അധികം വലിയ രീതിയിൽ ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നത് ഇപ്പോൾ ഈ ചൂരൽമലയുടെ ഇപ്പോൾ ഇവിടെ താൽക്കാലികമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഈ ബീലി പാലത്തിന് സമീപത്താണ്. സമാനമായ രീതിയിൽ 6ഓളം കേന്ദ്രങ്ങളിലാണ്. കാരണം നമുക്കറിയാം ഇതിനോടകം തന്നെ 6 കേന്ദ്രങ്ങളായി, അല്ലെങ്കിൽ 6 സോണുകളായിട്ട് തിരച്ചിട്ടുണ്ട് ഈ തെരച്ചിലിന്റെ ഒരു ഭാഗം. കാരണം ഈ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായിട്ടും ഈ തെരച്ചിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. നേരത്തെയൊക്കെ അത്തരത്തിലാണ് തെരച്ചിൽ നടത്തുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചൂരൽമല, അതുപോലെ തന്നെ അട്ടമല, കൂടാതെ മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, വെള്ളാർമല വില്ലേജ് റോഡ്, GVHSS വെള്ളാർമല എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്ന് വിചാരിക്കുന്നു. ഈ ഇവിടുത്തെ ഈ സ്കൂളും അതുപോലെ തന്നെ ഈ പ്രദേശവും ഒക്കെ കാണാം. അപ്പോൾ ആദ്യഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടുകിട്ടിയത് ഈ മേഖലകളിൽ നിന്നാണ്, ഈ സ്കൂളിന്റെ ഉൾവശത്ത് നിന്നും, അതുപോലെ തന്നെ ഈ തകർന്നു നിൽക്കുന്ന ഈ കെട്ടിടത്തിൽ നിന്നും ഒക്കെ തന്നെ. അപ്പോൾ ഇത് ഒരു പ്രത്യേക സോണായിട്ട് തിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മേഖല എന്നുള്ളത്. കാരണം വെള്ളാർമല GVHSS സ്കൂളിന്റെ ഭാഗം പ്രധാനപ്പെട്ട ഒരു സോണായി പ്രത്യേകം തിരച്ചിൽ ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടത്തിനുള്ളിലും അതുപോലെ തന്നെ ഇവിടെ ആരെങ്കിലും കുടുങ്ങി കിടക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട് എന്ന മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലകളിൽ പ്രത്യേക തെരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഈ മേഖലകളിലും കൂടുതലായിട്ട് തെരച്ചിൽ നടത്തും എന്നുള്ളതാണ്. പക്ഷെ നിലവിൽ ഇപ്പോൾ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമേ എത്തിയിട്ടുള്ളൂ. കൂടാതെ ഈ ഭക്ഷണം വിതരണം ചെയ്യാനായിട്ടുള്ള കുറച്ച് സംഘങ്ങളും എത്തിയിട്ടുണ്ട്. കൂടാതെ ഈ DYFI പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന്റെ ഭാഗമായിട്ടുള്ള ഈ മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഒക്കെ, വൈറ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള സംഘങ്ങളൊക്കെ വിവിധ മേഖലകളിൽ വന്നു നിൽക്കുന്നുണ്ട്. ഏതായാലും ജനകീയ തെരച്ചിലേക്ക് കടക്കാൻ പോകുന്നു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിത മേഖലയിൽ 8 മണിയോടെ ഈ തെരച്ചിൽ ആരംഭിക്കും. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകുകയായിരുന്നു.